തിരുത്താൻ തയ്യാറാണെങ്കിൽ ഞാനൊരു 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതെല്ലാവരോടും പൊതുവായിട്ട് വളരെ സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങളാണ്. കുറേ കുട്ടികൾ സംശയമായി വിളിക്കുമ്പോൾ അവർ പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ ഞാൻ കുറേ കുട്ടികളെ അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയ 5 കാര്യങ്ങൾ നിങ്ങൾ തിരുത്തേണ്ടതും ഒരു ഉദ്യോഗാർത്ഥി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു 5 കാര്യങ്ങൾ. തിരുത്താൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നെഞ്ചിലേറ്റണം. നിങ്ങൾക്ക് ജോലി കിട്ടും വരെയും നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകണം. അതിലൊന്നാമത്തത് സ്വയം തെറ്റിദ്ധരിക്കുക എന്നുള്ളതാണ്. എനിക്ക് പറ്റുമോ എന്ന ആശങ്ക ഒരു ഉദ്യോഗാർത്ഥിയെ ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയ ശത്രുവാവണം. എനിക്ക് പറ്റുമോ? മനുഷ്യൻ നേടിയെടുത്തതാണ് ഈ ലോകത്തിലെ ഓരോ കണ്ടുപിടുത്തങ്ങളും. അവൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഈ ലോകത്തിൽ നാം കാണുന്ന ദൈവമായി സൃഷ്ടിച്ചതല്ലാത്തതെല്ലാം. മനുഷ്യന് അതൊക്കെ പറ്റുമെങ്കിൽ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ മക്കളെ നിങ്ങൾക്ക് പറ്റില്ലെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാടാ. 1ാം റാങ്ക് നേടിയവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളല്ലേ? അവരാരും 10+ വാങ്ങിച്ചവരായിരിക്കണമെന്നില്ല. അവരാരും +2-ന് 6+ വാങ്ങിച്ചവരുമായിരിക്കില്ല. അവരിലേറെ പേരും യൂണിവേഴ്സിറ്റിയിലോ റാങ്ക് പോലും വാങ്ങിയവരായിരിക്കണമെന്നില്ല. നമ്മളെപ്പോലെ സാധാരണക്കാരായ, നമ്മളെപ്പോലെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വരുന്ന ആളുകൾ തന്നെയാണ് ആ റാങ്ക് ലിസ്റ്റുകളിൽ ആദ്യം ഇടം പിടിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് പറ്റുന്ന കാര്യം തന്നെയാണിത്. നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും PSC സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയാത്തതായ ഒന്നും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ടോ നമ്മളെ തന്നെ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടോ ആണ് അത്തരത്തിൽ സംഭവിച്ചു പോവുക. മക്കളെ, നിങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ. രണ്ടാമത്തത്, ഇടയ്ക്ക് വെച്ചങ്ങ് അവസാനിപ്പിക്കും. തുടങ്ങിയത് വളരെ ആവേശത്തിലായിരിക്കും. പക്ഷേ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, ദിവസങ്ങൾ ഓരോന്നും എണ്ണി മാറുമ്പോൾ ആ എണ്ണലിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ആശങ്കപ്പെടും. ഭാവിയും മുന്നോട്ട് പോകുന്നുണ്ട്, ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വളരെയേറെയുണ്ട്, അതൊന്നും നേടിയെടുക്കാൻ ഒരു പക്ഷേ PSC പരീക്ഷയുമായി അല്ലെങ്കിൽ പ്രിപ്പറേഷനുമായി മാത്രം നിന്നാൽ സാധിക്കയില്ല എന്നുള്ള ആശങ്ക. ആ ആശങ്കയുടെ അവസാനം നമ്മൾ എത്തിച്ചേരുന്ന ആ ഒരു ഭാരം അല്ലെങ്കിൽ ആ ഒരു സമയം അത് ദാരുണമായ ഒരവസ്ഥയായിരിക്കും. അതായത് ഈ പ്രിപ്പറേഷൻ നമുക്കിനി വേണ്ട എന്ന ചിന്തയിലായിരിക്കും. മക്കളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആരംഭിച്ചത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? നിങ്ങൾ ആരംഭിച്ചത് എത്രത്തോളം ആവേശത്തോടെയാണ്? നിങ്ങൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടിരുന്നില്ലേ? നാളെയിൽ അമ്മയെയും അപ്പനെയും സന്തോഷത്തോടെ ഒരു കുടിലിനുള്ളിൽ നിന്ന് ഒരു വലിയ സൗധത്തിലേക്ക് മാറ്റുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലേ? നല്ലൊരു ജീവിത പങ്കാളിയോടൊപ്പം കുടുംബജീവിതം നയിക്കുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലേ? ജീവിതത്തിൽ ആരും ആവില്ല എന്ന് ഉറക്കെ ഉദ്ഘോഷിച്ച നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും മുന്നിൽ സധൈര്യം നെഞ്ചും പിരിച്ച് നടന്നു പോകുന്നത് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലേ? ഗവൺമെന്റിന് വേണ്ടി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു പോരാളിയായി തീരുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലേ? ആ സ്വപ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനു മാത്രം നിങ്ങൾ ഭീരുവായി പോയിട്ടുണ്ടോ? നിങ്ങൾ ഒരിക്കലും തുടങ്ങിയത് പൂർത്തിയാക്കാതെ അവസാനിപ്പിക്കാൻ മുതിരരുത്. അതിന്റെ കാരണം ഒരുപക്ഷെ നിങ്ങൾ വിജയത്തിന്റെ ഏറ്റവും അടുക്കലായിരിക്കും. പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ ഇനിയും എന്ത് ചെയ്യുന്നില്ല, ഞാൻ തുടരുന്നില്ല. മക്കളെ, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എങ്കിൽ മെയിൻസിനെ തൊട്ടടുക്കാൻ നിങ്ങൾ നിൽപ്പുണ്ട്. ഒന്നുകൂടി ഒന്ന് ആത്മാർത്ഥമായി പണിയെടുത്താൽ, എന്തൊക്കെയോ തെറ്റുകൾ ആവർത്തിക്കുന്ന തിരുത്തിയാൽ നിങ്ങൾക്കും ഈ ജോലി നേടാനായിട്ട് കഴിയുമെന്നതിന് തർക്കമില്ല. 3, ലക്ഷ്യം തെറ്റരുത് എന്നുള്ളതാണ്. പലരും പഠനം തുടങ്ങുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ജോലി നേടുക എന്നുള്ള ആ ലക്ഷ്യം, ആദ്യ റാങ്ക് കരസ്ഥമാക്കുക എന്നുള്ള ദൃഢമായ നിശ്ചയം. പക്ഷേ പാതയിൽ എവിടെയോ വഴിതെറ്റിപ്പോകുവാനായി ചില ഊടുവഴികൾ കിടപ്പുണ്ട്. ആ ഊടുവഴികളിലേക്ക് അറിയാണ്ട് തന്നെ കയറിപ്പോകും, അല്ലെങ്കിൽ കയറ്റിവിടാനായിട്ട് ആളുകൾ ഉണ്ടാവും. മക്കളെ, അത്തരക്കാരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. നിങ്ങളുടെ ലക്ഷ്യം തെറ്റിക്കാനായിട്ട് മുന്നിൽ നിൽക്കുന്ന ആരായാലും അവരിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അവരോട് നോ പറയാനായിട്ടുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. അത് നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഉറ്റ ചങ്ങാതിമാരായിക്കോട്ടെ, നിങ്ങളുടെ സ്നേഹിതയോ സ്നേഹിതനോ ആയിക്കോട്ടെ, നിങ്ങളുടെ സഹോദരങ്ങളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പഠന സമയത്ത് അവർ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് തിരുത്തുന്നുണ്ട് എങ്കിൽ, തെറ്റിമാറ്റുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ, പാത തിരിഞ്ഞോടുവാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ തൽക്കാലം ഒന്ന് അകറ്റി നിർത്തുക. പിണങ്ങിപ്പോകുന്നവരാണെങ്കിൽ, തുമ്മിയാത്തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെടാ മക്കളെ. നിങ്ങൾക്ക് നേടാനുള്ളത് ചെറിയ കാര്യങ്ങളല്ല, നിങ്ങൾക്ക് നേടാനുള്ളത് ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങളാണ്. ആവശ്യത്തിലധികം
ഉറവിടങ്ങൾ തപ്പിപ്പോകരുത്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, റാങ്ക് ഫയലുകളുടെ കൂമ്പാരം അവരുടെ വീട്ടിൽ കാണുന്നു, ഒരൊറ്റ പരീക്ഷ പോലും അവർ ക്ലിയർ ചെയ്യണമെന്നില്ല. തൊഴിൽ വീതിയും തൊഴിൽ വാർത്തയും PSC ബുള്ളറ്റിനും അങ്ങനെ കിട്ടാവുന്ന എല്ലാ പ്രസിദ്ധീകരണങ്ങളും വാങ്ങി വായിക്കും. പക്ഷെ ഒരു ഗുണവും ഉണ്ടാവണമെന്നില്ല. മക്കളെ, നിങ്ങളുടെ റിസോഴ്സുകളെ നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. അനാവശ്യമായ ഒരുപാട് റിസോഴ്സുകളിലേക്ക് നിങ്ങൾ പോകരുത്. പരമാവധി നിങ്ങളുടെ റിസോഴ്സുകളെ നിങ്ങൾ തിരുത്തുക, അല്ലെങ്കിൽ ചുരുക്കുക. ആ ചുരുങ്ങിയ റിസോഴ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് പറ്റും. ഒരുപാട് നേരം നിങ്ങൾക്ക് നല്ലൊരു പ്രിപ്പറേഷന് വേണ്ടി കൊടുക്കാൻ പറ്റും, റിവിഷന് വേണ്ടി കൊടുക്കാൻ പറ്റും, മോക്ക് എക്സാമുകൾക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും. എനിക്ക് അവസാനം പറയാനുള്ള പോയിന്റ് ഓടി ഒളിക്കരുത് എന്നുള്ളതാണ്. ഓടി ഒളിക്കാൻ തുടങ്ങിയാൽ മക്കളെ, ജീവിതത്തിൽ നിന്നെന്നും ഓടി ഒളിക്കാൻ മാത്രമേ നമുക്ക് നേരം കാണൂ. ഒരിക്കലും ഒരു ലക്ഷ്യസ്ഥാനത്തെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായി ജീവിതത്തിൽ പ്രതിസന്ധിയും വേദനകളും വന്നുകൊണ്ടേയിരിക്കും. അതിനൊരു സംശയവും വേണ്ട. എത്രമാത്രം നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടോ അത്രമാത്രം പ്രതിസന്ധികളും നിങ്ങൾ നേരിടേണ്ടതായി വരുമെന്നതിന് യാതൊരു തർക്കവും വേണ്ട. അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിട്ടുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോഴുള്ള മധുരമുണ്ടല്ലോ, അത് വർണ്ണിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഓടി ഒളിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ലക്ഷ്യം വെച്ചതൊക്കെ നേടിയെടുക്കാനായിട്ട് നിങ്ങൾ പണിയെടുക്കുക. ഈ 5 കാര്യങ്ങൾ തിരുത്താൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 5 കാര്യങ്ങൾ തിരുത്താൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ, വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ ആദ്യം നിങ്ങളുടെ പേരുണ്ടാകുമെന്നതിന് എനിക്ക് തർക്കമില്ല, നിങ്ങൾക്കും തർക്കമുണ്ടാവരുത്. സ്വയം തെറ്റിദ്ധരിക്കാതിരിക്കാൻ, ഇടയ്ക്ക് അവസാനിപ്പിക്കാതിരിക്കാൻ, ലക്ഷ്യം തെറ്റാതിരിക്കാൻ, ആവശ്യത്തിലധികം ഉറവിടങ്ങൾ തപ്പിപ്പോവാതിരിക്കാൻ, ഓടി ഒളിക്കാതിരിക്കാൻ, മക്കളെ, നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിനും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ കാണും. നമ്മുടെ ഗോൾഡ് ബാച്ചുകൾ നാളെ 22-ാം തീയതി ആരംഭിക്കുകയാണ്. ഈ വീഡിയോ എന്നാണ് വരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഒന്നെങ്കിൽ ഇന്ന് വരും, അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നാളെ രാവിലെ ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം 22-ാം തീയതി വൈകുന്നേരം 5 മണിയോടെ നമ്മുടെ ഗോൾഡ് ബാച്ചുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിന് ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ച് ഉണ്ട്. CPO, WCPO, CEO, ഫയർമാൻ തുടങ്ങിയ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഗോൾഡ് ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ടാണ് സൂപ്പർ നോട്ട്സിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഗോൾഡ് ബാച്ച്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗോൾഡ് ബാച്ച്? മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങൾ കണ്ടന്റുകൾ കിട്ടുന്നതിനേക്കാൾ ഉപരി, നിങ്ങൾക്ക് ലൈവ് കിട്ടുന്നതിനേക്കാൾ ഉപരി, ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിനേക്കാൾ ഉപരി, റിവിഷൻ കിട്ടുന്നതിനേക്കാൾ ഉപരി നല്ലൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് തരാനായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഈ എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത CPO പരീക്ഷയും സബ് ഇൻസ്പെക്ടർ പരീക്ഷയും ക്ലിയർ ചെയ്ത റാങ്ക് ലിസ്റ്റിലെത്തിയ പരിചയത്തിൽ, റീസെന്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് റാങ്ക് ലിസ്റ്റിലെത്തിയ പരിചയത്തിൽ എനിക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ആ വാക്ക് നിങ്ങളോടൊപ്പം തന്നെ കാണും. നിങ്ങളെ ഓടി ഒളിക്കാൻ ഞാൻ വിടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ബാച്ചിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. 150ഓളം GK ടോപ്പിക്കുകൾ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുള്ള നോട്ടുകൾ നിങ്ങളിലേക്ക് എത്തും. അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കൃത്യമായ മെന്റർഷിപ്പ് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കൂടെ അമൽ സാറിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള മോട്ടിവേഷൻ സെഷനുകൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. കൃത്യമായൊരു ടെലഗ്രാം സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഞാനാണ് നിങ്ങൾ ടെലഗ്രാം നോക്കുന്നത്, നിങ്ങൾ ടെലഗ്രാം കൃത്യമായിട്ട് ഞാൻ നോക്കിയിരിക്കും. കൃത്യമായ ക്ലാസ്സുകളും നോട്ടുകളും, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള നോട്ടുകളും, നിങ്ങളൊരു കൺസേൺ പറഞ്ഞാൽ ആ കൺസേൺ പരിഹരിക്കുന്ന ഒരു ബാച്ചുമായിരിക്കും ഈ ഗോൾഡ് ബാച്ച്. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾ മടി കൂടാതെ ഈ തെറ്റുകൾ ആവർത്തിക്കാൻ തയ്യാറാവാതെ പഠിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം നിങ്ങൾ ഗോൾഡ് ബാച്ചിലേക്ക് വന്നാൽ മതി. അല്ലാതെ ഒരു കുട്ടിയും ഗോൾഡ് ബാച്ചിലേക്ക് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ നന്നായി പഠിക്കാൻ, ആത്മാർത്ഥമായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിലേക്ക് വരാം, ഒരു സംശയവും വേണ്ട. ആരെല്ലാമാണ് ജോയിൻ ചെയ്യേണ്ടത്? ഒരു സപ്പോർട്ട് ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ, ഒരാൾ നിങ്ങളെ കൈപിടിച്ച് പൊക്കാൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ജോലി കിട്ടും വരെ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഞാൻ നിങ്ങളോടൊപ്പം അവിടെ കാണും, കട്ടയ്ക്ക് കൂടെ കാണും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ അവിടെ കാണും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ CPO പരീക്ഷ നോക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ WCPO പരീക്ഷ നോക്കുന്നുണ്ട് എങ്കിൽ, ഫയർമാൻ നോക്കുന്നുണ്ട് എങ്കിൽ, CEO നോക്കുന്നുണ്ടെങ്കിൽ, സിവിൽ എക്സൈസ് ഓഫീസർ നോക്കുന്നുണ്ട് എങ്കിൽ, പണം നോക്കേണ്ട മക്കളെ, ജോലിയിലേക്ക് എത്തിക്കാനുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഒരു സംശയവും വേണ്ട, ധൈര്യമായി കയറിപ്പോരെ. എന്തൊക്കെ ഈ ബാച്ചിലുണ്ട് ഞാൻ പറഞ്ഞു ഒന്നുകൂടി പറയാം. പേഴ്സണലൈസ്ഡ് 1-to-1 മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. അത് ഞാനായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. വീക്ക്ലി ഫയർ മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അമൽ സാറോ ഞാനൊക്കെ ആ മോട്ടിവേഷൻ തന്നിരിക്കും. അതേപോലെ 250+ അവേഴ്സിന്റെ
ഹൈലി ടോപ്പിക് വൈസ് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. 60+ അവേഴ്സിൻ്റെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും. വെറുതെ നിങ്ങളെ ക്ലാസ് തന്നിട്ട് വിടുകയല്ല, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുവരും. ഹൈ ആൻഡ് പ്രിന്റബിൾ PDF സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഫുൾ സ്പെഷ്യൽ ടോപ്പിക് കവറേജസ് നമുക്കവിടെ കാണും. എല്ലാ പരീക്ഷകളുടെയും സ്പെഷ്യൽ ടോപ്പിക് കവറേജ് ഉണ്ടായിരിക്കും. ഡെയിലി, വീക്ക്ലി, മന്ത്ലി അസസ്മെന്റ് എക്സാമുകൾ ഉണ്ടായിരിക്കും. ദെൻ ഞാൻ സ്പെഷ്യൽ ലൈവ് സെഷൻസുമായിട്ട് വരും. 150ഓളം ടോപ്പിക്കുകൾ ഞാൻ കവർ ചെയ്ത് തരും. അങ്ങനെ എല്ലാം ഉള്ള നിങ്ങൾക്ക് റാങ്ക് നേടാനുള്ളതെല്ലാം ഈ ബാച്ചിൽ സുലഭമായിട്ടുണ്ടായിരിക്കും. ആരൊക്കെയാ ബാച്ചിൽ ക്ലാസ്സുകൾ എടുക്കാം? അമൽ സാർ ജോഗ്രഫിയുമായിട്ടുണ്ടായിരിക്കും, ഞാൻ എക്കണോമിക്സുമായിട്ടുണ്ടായിരിക്കും, അതേപോലെ പ്രവീൺ സാർ എക്കണോമിക്സുമായിട്ടുണ്ടായിരിക്കും. അത് കൂടാതെ എന്നെ കൊണ്ട് എടുത്തു തരാൻ പറ്റുന്ന പല സബ്ജക്റ്റുകളും ഞാൻ നിങ്ങൾക്ക് എടുത്തു തരും. സാവ്യോ മിസ്സും പ്രജീഷ് സാറും ഒക്കെ ഇംഗ്ലീഷുമായിട്ടുണ്ടായിരിക്കും. കാർത്തിക മിസ് കറണ്ട് അഫെയറുമായിട്ടുണ്ടായിരിക്കും. വിജയ് സാറും അരൂപ് സാറും ശരവൺ സാറും ഒക്കെ നിങ്ങൾക്ക് മാത്സുമായിട്ടുണ്ടായിരിക്കും. അതേപോലെ ഷിബു സാർ മലയാളവുമായിട്ടുണ്ടായിരിക്കും. അല്ലിജ സാറും നന്ദകിഷോർ സാറും ഒക്കെ ഹിസ്റ്ററിയുമായിട്ടുണ്ടായിരിക്കും. ഷഫീഖ് സാറും പ്രിയ മിസ്സും ഒക്കെ ബയോളജിയുമായിട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. അതേപോലെ പ്രജീഷ് സാർ, അമലേജെ സാറ് നിങ്ങൾക്ക് ഫിസിക്സുമായിട്ടുണ്ടായിരിക്കും. അനശ്വര മിസ് നിങ്ങൾക്ക് കെമിസ്ട്രിയുമായിട്ടുണ്ടായിരിക്കും. വിവേഷ് സാർ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറുമായിട്ടുണ്ടായിരിക്കും. ദെൻ വിഷ്ണു നാരായൺ സാർ സിവിക്സുമായിട്ടുണ്ടായിരിക്കും. പ്രവീൺ സാർ എക്കണോമിക്സുമായിട്ടുണ്ടായിരിക്കും. ഇത്രയും പേരടങ്ങുന്ന ഒരു സ്ക്വാഡ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ജോലി നേടിത്തരാനുള്ളതെല്ലാം ഞാൻ ഈ ബാച്ചിൽ കരുതി വെച്ചിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ ഇന്ന്, അതായത് നിങ്ങൾ ഈ ജോയിൻ ചെയ്യുന്നത് ക്രിസ്മസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ 10% ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാൻ പറ്റും. ഈ അവസരം ആരും കളയരുത്. 8281223366 നമ്പറിലോട്ടോ അല്ലെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോമിലോട്ടോ പെട്ടെന്ന് വിളിച്ചോടാ. അതും അല്ലെങ്കിൽ നേരെ ആപ്പിൽ കയറി നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ഫോഴ്സ് ലെവൽ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിയും പഠിക്കാൻ പോകുന്നത് ജോലി നേടാനായിട്ടാണ്. കാക്കീനിയും സ്വപ്നമായി കളയേണ്ട. നേടും വരെ പൊരുതാൻ റെഡിയാണെങ്കിൽ, തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുമെങ്കിൽ ഞാനുണ്ട് കൂടെ. നിങ്ങൾ റെഡിയാണെങ്കിൽ 10% ഡിസ്കൗണ്ടോടുകൂടി ഇപ്പം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തോ. 250 സ്റ്റുഡൻസിന് മാത്രമേ ബാച്ചിലേക്ക് അഡ്മിഷൻ ഉണ്ടായിരിക്കുള്ളൂ. നിങ്ങളുടെ അവസരം നിങ്ങൾ കളയേണ്ട. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തു.